എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഉണ്ണിമായാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ നിങ്ങളിൽ എല്ലാവരും പാസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. വേറെ ഒന്നുമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടതിന്റെ പുറത്ത് ചിയാ സീഡ്സ് കഴിക്കുന്നുണ്ട് വെയിറ്റ് കുറയാനായിട്ടെന്ന് പറഞ്ഞു. അപ്പൊ സാധാരണയായിട്ട് കഴിക്കുന്നത് രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റില് ഡയറ്റിന്റെ കൂടെ എടുക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇത് കുതിർത്ത് വെക്കാൻ മറന്നു പോവുകയാണ്. അപ്പൊ ജോലിക്ക് പോകേണ്ട തിരക്ക് മൂലം ഇത് സ്കിപ്പ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിയാ സീഡ്സ് എടുത്ത് വായിലിട്ട് ചവച്ചിറക്കി വെള്ളം കുടിച്ച് പോവാൻ ഇറങ്ങുന്ന സമയമായപ്പോഴത്തേനും ശ്വാസതടസ്സം അനുഭവപ്പെടുകയാണ്. ഒരു ചെസ്റ്റില് ഹെവിനെസ് അനുഭവപ്പെടുന്നു. ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഓഫീസിൽ പോയില്ല. തുടർന്ന് ഒരുപാട് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷമാണ് ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നത്, റെഡി ആയതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ചെറിയ വയറുവേദന സ്റ്റാർട്ട് ചെയ്തു. വൈകുന്നേരം ആയപ്പോഴത്തേനും കീഴ്വായു ശല്യം തുടങ്ങി. അടുത്ത ദിവസം മലബന്ധമായി, വളരെ ബുദ്ധിമുട്ടായി. അങ്ങനെ ചിയാ സീഡ് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ച കാര്യം, എന്താണ് ചെയ്യേണ്ടത്? ഇത് ചിയാ സീഡ് കഴിച്ചതിന്റെ പ്രശ്നമാണോ? അങ്ങനെയാണെങ്കിൽ ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ തുടർന്ന് കഴിക്കണോ? ഇത്രയും നാളും കഴിച്ചിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു ദിവസമാണ് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇത് നിങ്ങളോട് എല്ലാവരോടും പറയേണ്ട ഒരു കാര്യമാണ്. അതായത് വളരെ വലിയൊരു അപകടത്തിൽ നിന്നാണ് ആ കുട്ടി രക്ഷപ്പെട്ടു വന്നത്. അപ്പൊ ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള അശ്രദ്ധ മൂലം ഒരു അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആരെയും ഞാൻ പറഞ്ഞു പേടിപ്പിക്കുന്നതല്ല. ആദ്യം തന്നെ അത് പറയട്ടെ, ചിയാ സീഡ്സ് അല്ല പ്രശ്നം. ചിയാ സീഡ്സ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സീഡ്സ് തന്നെയാണ്. പക്ഷെ ഇത് എത്തരത്തിൽ കഴിക്കുന്നു എന്നതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ചിയാ സീഡ്സ് ആയിരുന്നില്ല പ്രശ്നം, ചിയാ സീഡ്സ് എടുത്ത രീതിയാണ് പ്രശ്നം. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. അതായത് ചിയാ സീഡ്സ് പൊതുവെ കഴിക്കേണ്ട രീതി എന്ന് പറയുന്നത്, തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് രാവിലെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അത് വെറും വയറ്റിലെ ഡയറ്റിന്റെ കൂടെ എടുക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ജ്യൂസിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലിക്വിഡ് ഫോം ആയിട്ടുള്ളതിൽ എന്തിലെങ്കിലും കുതിർത്ത് വെച്ചതിന് ശേഷം കഴിക്കാവുന്നതാണ്. ഒരു കാരണവശാലും ചിയാ സീഡ് എന്ത് ചെയ്യാൻ പാടില്ല? ഡ്രൈ ആയിട്ട് കഴിക്കാൻ പാടില്ല. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള സീഡുകൾക്ക് അതിന്റെ 12 ഇരട്ടിയോളം വെള്ളം ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എന്ത് സംഭവിക്കുന്നു? ഇത് നമ്മൾ ഇത്തരത്തിൽ ഡ്രൈ ആയിട്ട് എടുത്തു കഴിയുമ്പോൾ ഇത് വെള്ളത്തിൽ കുതിർന്നു കഴിഞ്ഞാൽ ഇതിന്റെ സൈസ് വർദ്ധിക്കുന്നു. പിന്നീട് അതൊരു ജെല്ല് പോലുള്ള പദാർത്ഥമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതായത് തിരക്കിട്ട് ചിയാ സീഡ് വായിലിട്ട് ചവച്ചിറക്കി കഴിച്ചപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇറക്കാതെ കഴിച്ചത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? പിന്നീട് വെള്ളം കുടിച്ചപ്പോൾ ഇത് അന്നനാളത്തിൽ വെച്ച് തന്നെ എന്ത് സംഭവിക്കുന്നു? കുതിർന്നിട്ട് ഇതിന്റെ സൈസ് വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇത്തരത്തിൽ അന്നനാളത്തിൽ വെച്ച് ഇതിന്റെ സൈസ് വർദ്ധിക്കുമ്പോൾ ഇത് അവിടെ കുടുങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശ്വാസതടസ്സം അനുഭവപ്പെടുന്നത്. പിന്നീട് ഒത്തിരി വെള്ളം കുടിച്ചപ്പോൾ ഇത് ഇറങ്ങിപ്പോയത് കൊണ്ടാണ് ഈ ശ്വാസതടസ്സം മാറിയത്. ഇനി ഇത് വളരെ വലിയ അളവിലാണ് എടുത്തിരുന്നത് എങ്കിൽ ഇത് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് എന്ത് സംഭവിക്കും? അവിടെ കുടുങ്ങിയിരിക്കും. അതായത് പൊതുവെ അന്നനാളത്തിൽ നിന്ന് ഭക്ഷണം ഇറങ്ങിപ്പോകുന്നത് അതിന്റെ മൂവ്മെന്റ് മൂലമാണ്. അന്നനാളത്തിന് പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലൊരു മൂവ്മെന്റ് ഉള്ളിൽ നടക്കുന്നുണ്ട്. ഈ മൂവ്മെന്റ് കാരണമാണ് നമ്മൾ ഇറക്കുന്ന ഭക്ഷണം ഇറങ്ങി വയറ്റിലേക്ക് പോകുന്നത്. ഇനി ചിലരിൽ ഈ മൂവ്മെന്റ് പ്രോപ്പർ ആയിട്ട് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഗ്യാസ്ട്രോ ഈസോഫേജിയൽ റിഫ്ലക്സ് ഡിസീസ് ഒക്കെയുള്ള ആൾക്കാരിൽ ഈ മൂവ്മെന്റ് കുറവായിരിക്കും. അങ്ങനെയെങ്കിൽ ഇത്തരത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് ഇറങ്ങിപ്പോവാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ശ്വാസതടസ്സമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. ഇത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക. ചിയാ സീഡ്സ് എടുക്കുമ്പോൾ ഒരു കാരണവശാലും ഡ്രൈ ആയിട്ട് അത് കഴിക്കാൻ പാടില്ല. അത് വളരെ വലിയ തെറ്റായിട്ടുള്ള ഒരു കൺസ്യൂമിങ് ഫോം ആണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി ഇത് ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നീട് വയറുവേദനയും അതുപോലെ തന്നെ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത്. ചിയാ സീഡ്സ് കഴിക്കേണ്ട ഒരു അളവ് എന്ന് പറയുന്നത് നമുക്ക് 2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ആണ്. ഇത്തരത്തില് ഇതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമുക്ക് ചിയാ സീഡ്സ് കഴിക്കാൻ പറ്റുന്ന ഒരു അളവെന്ന് പറയുന്നത്. അപ്പോ പൊതുവെ നമ്മൾ 1 ഗ്രാമോളം ഇത്തരത്തിൽ ചിയാ സീഡ്സ് എടുക്കുന്നത് വയറിന് വളരെ നല്ല കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ 1 ഗ്രാമോളം ഫൈബേഴ്സ് ചെല്ലുന്നത് വയറിന് നല്ലതാണെങ്കിൽ പോലും കോൺസ്റ്റിപ്പേഷനും അതുപോലെ ഗ്യാസ് ഫോർമേഷനും അതുപോലെ വയറിളക്കം ഇതെല്ലാം തന്നെ ഉണ്ടാവാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കാം.
ഇനിയിപ്പോ കുറെ പേര് കമന്റ് ബോക്സിൽ വന്നിട്ട് പറയും ഞാൻ കുറെ നാളായിട്ട് എടുക്കുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഇത്രയും നാളും കഴിച്ചിട്ടും എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവരുടെ ശരീരം ഒരുപോലെ അല്ലാതെ മനസ്സിലാക്കാം. എല്ലാവരുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളും ഒരുപോലെ ആയിരിക്കില്ല. ചില ആളുകളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വൻകുടലിലും എന്തുണ്ട്, ഇത്തരത്തില് മൂവ്മെന്റ് ഉണ്ട്. ഈ മൂവ്മെന്റ് കുറയുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് പോലുള്ള രോഗങ്ങൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കുടലിൽ പുണ്ണ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ചിയാ സീഡ്സ് എടുക്കുന്നതിന് മുന്നേ ഡോക്ടറുടെ അഡ്വൈസ് അല്ലെങ്കിൽ നല്ലൊരു ന്യൂട്രീഷനെ കണ്ടിട്ട് അവരുടെ അഡ്വൈസ് തീർച്ചയായിട്ടും എടുക്കണം. ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റു സോഷ്യൽ മീഡിയയിലോ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ എന്ത് ചെയ്യുക, അതേപോലെ അത് പോയിട്ട് ശീലിക്കുക എന്നുള്ളതാണ്. അവര് പറയുന്നത് അവരുടെ കാര്യമാണ്, അത് അതേപോലെ നിങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ശരിയാവണമെന്നില്ല. എന്ത് ചെയ്യുക, ഇത്തരത്തിൽ ഡോക്ടേഴ്സിന്റെയോ ന്യൂട്രീഷ്യൻ അല്ലെങ്കിൽ ഡയറ്റ് ഫിസിഷ്യനോ പോയി കണ്ടിട്ട് അവരുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും ഇത് തീർച്ചയായിട്ടും ചെയ്യണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ ചിയാ സീഡ്സിന് എന്തുണ്ട്, നമ്മുടെ BP കുറയ്ക്കാനുള്ള ഒരു കഴിവും കൂടെ ഉണ്ട്. അപ്പോൾ ചിലരിൽ ഇത് BP കുറയ്ക്കുകയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ മാറ്റം ചെയ്യാനും ചിയാ സീഡ്സിന് എന്തുണ്ട്, കഴിവുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇത്തരത്തിൽ അസുഖങ്ങളുള്ളവരും എന്തിനെങ്കിലും മെഡിസിൻ എടുക്കുന്നവരും ആണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് തീർച്ചയായിട്ടും എടുത്തിരിക്കണം. കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഇത്തരം ഓരോരുത്തർ ഡയറ്റ് പറഞ്ഞു തരുന്ന സമയത്ത് അത് കണ്ണടച്ച് ഫോളോ ചെയ്യാണ്ടിരിക്കുക. എല്ലാവരും അവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നതായിരിക്കണം എന്നില്ല. ചിലരെന്തായിരിക്കാം, ഒരു കണ്ടന്റിന് വേണ്ടി എടുത്ത് പറയുന്നതായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ചിന്തിക്കുന്നതോ ഇത് ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആരോഗ്യം ഉണ്ടാവും എന്നൊക്കെയാണ്. അല്ല, എന്ത് കാര്യം കഴിക്കുമ്പോഴും അത് എങ്ങനെ കഴിക്കണം, എത്ര അളവിൽ കഴിക്കണം എന്നത് തീർച്ചയായിട്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അത് ഇത്തരത്തിൽ ഏറ്റെടുക്കുക, കഴിക്കുക എന്നുള്ളതാണ്. ഇനി ഇത് മാത്രമല്ല, ചിയാ സീഡ്സ് ഏതൊക്കെ തരത്തിൽ എടുക്കാൻ പാടില്ല എന്നും കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ചില ആൾക്കാർ ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുന്ന സമയത്ത് ഈ ഡയറ്റിൽ പെപ്പർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹോട്ട് സോസുകൾ യൂസ് ചെയ്യും. ഒരു കാരണവശാലും ചിയാ സീഡ്സ് എന്ത് ചെയ്യാൻ പാടില്ല, ഹോട്ട് സോസിന്റെ കൂടെയോ പെപ്പർ പോലുള്ള എരിവുള്ള പദാർത്ഥങ്ങളുടെ കൂടെ യൂസ് ചെയ്യാതിരിക്കുക. അതും എന്ത് സംഭവിക്കും, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുപോലെ തന്നെ സാലഡ്സിൽ ഓയിൽ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബട്ടറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സസ്യ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതുപോലെ ചിയാ സീഡ്സ് അതിൽ ഉൾപ്പെടുത്താണ്ടിരിക്കാം. കാരണം ഇത് എന്ത് സംഭവിക്കും, കൂടുതൽ കലോറീസ് ഫോം ചെയ്യാനും നമുക്ക് കൊളസ്ട്രോൾ പോലുള്ളവ കൂട്ടാനും ഇത് സാധ്യതയുണ്ടാക്കും. ഇത് ഡയറ്റിന് വേണ്ടിയാണല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങളുടെ കൂടെ യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ പഞ്ചസാരയുടെ കൂടെ യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഡ്രൈ ആയിട്ട് എടുക്കാതിരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ട് ചിയാ സീഡ്സ് എന്തെങ്കിലുമൊക്കെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് ഫോമായിട്ട് ലിക്വിഡ് ഫോം ആയിട്ടുള്ളതിൽ കുതിർത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ഡയറ്റിന്റെ കൂടെ എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഇത് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തെറ്റായ രീതിയിൽ എടുക്കുകയോ കൂടുതൽ അളവുകൾ എടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ, ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് ഞാനിത് അറിയുന്നത്. ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ തിരക്കിട്ടെടുക്കാനുള്ള കാരണം ഇത് തന്നെയാണ്. ഒരാളുകൾക്കും ഇത്തരത്തിലൊരു തെറ്റായ രീതി ചെയ്തതിന് പുറത്ത് ഇത്തരത്തിലൊരു അപകടം വരാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, ചിയാ സീഡ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ ചവച്ചരച്ച് കഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ പാടില്ല. ആരും ഇത് ചെയ്യാതിരിക്കുക. ഇത് വളരെ അപകടം നിറഞ്ഞ ഒരു ഈറ്റിംഗ് ഫോമാറ്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പൊ എന്തായാലും ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവും. തീർച്ചയായിട്ടും ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, എല്ലാവരും ഇത് എത്തിക്കാൻ നോക്കുക. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.